വെൽക്കം ടു സാറാസ് കലിനറി എസ്കേപ്പ്. ഇന്ന് ഞാൻ പരിചയപ്പെടുന്ന മിക്സറാണ്. ചായയുടെ കൂടെയും കാപ്പിയുടെ കൂടെയും വെറുതെ ഇരിക്കുമ്പോഴും കുറിക്കാൻ പറ്റിയൊരു മിക്സറാണ്. ഉണ്ടാക്കാൻ കുറച്ച് പ്രയാസമാണെങ്കിലും ഉണ്ടാക്കിയാൽ വളരെ സൂപ്പർ ടേസ്റ്റാണ്. മിക്സറിന് വേണ്ട ചേരുവകൾ 1 by 1 ആയിട്ട് പറഞ്ഞു തരാം. കടലമാവ് 2.5 കപ്പ് ഇവിടെ എടുത്തിട്ടുണ്ട്. മുളക് 1 ടീസ്പൂൺ, കായം 1/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ബേക്കിംഗ് പൗഡർ 1/4 ടീസ്പൂൺ, ഉപ്പ് 1/2 ടീസ്പൂൺ, അര കപ്പ് അരിപ്പൊടി. പത്തരി അല്ലെങ്കിൽ ഇടിയപ്പത്തിനെടുക്കുന്ന നൈസായിട്ടുള്ള അരിപ്പൊടി 1/2 കപ്പ്. കടലമാവും മസാലകളും എല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്യാം. അതിനുശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴയ്ക്കാം. അധികം മാവ് ടൈറ്റാകാനും പാടില്ല, അധികം ലൂസാകാനും പാടില്ല. നമ്മുടെ ഇടിയപ്പത്തിൻ്റെ പാകമായിരിക്കണം വെള്ളം ഒഴിക്കണ്ടേ. ഇതിനകത്ത് നമ്മൾ 1.5 ടീസ്പൂൺ എണ്ണയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമ്മൾ കുഴച്ച് നമ്മളിത് ഇവിടെ അടച്ച് നമുക്ക് വെക്കാം. ബൂന്തിക്കുള്ള കടലമാവാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത്. 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, 3/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കായപ്പൊടി. ഇനി ഇത് വെള്ളം ചേർത്ത് ലൂസായിട്ട് എടുക്കണം. അതിനുവേണ്ടി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ലൂസായിട്ട് എടുക്കാം. അത് നമ്മൾ കടലമാവ് കലക്കി എടുക്കണം. കലക്കി കുറേശ്ശെ വെള്ളം ഒഴിച്ച് അത് ഈ പരുവാകുന്നിടം വരെ വെള്ളം ഒഴിച്ച് അത് കലക്കി എടുക്കണം. ഇനി മറ്റുള്ള ചേരുവകൾ ഒരു 250 കപ്പലണ്ടി എടുത്തിട്ടുണ്ട്, 250 പൊട്ടുകടല എടുത്തിട്ടുണ്ട്, ഒരു 3 കറിവേപ്പില തണ്ട് എടുത്തിട്ടുണ്ട്, പിന്നെ വെളുത്തുള്ളി ഒരു 4-5 അല്ലി എടുത്തിട്ടുണ്ട്, 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ സ്പെഷ്യൽ ഒരു മസാല ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ പുറകെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മൾ കുഴച്ച് വെച്ച മാവ് സേവനാഴിയിലാക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചൂടായ എണ്ണയിലേക്ക് ഇടുന്നുണ്ട്. സേവനാഴിയിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന അച്ച് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അച്ചാണ് ഉപയോഗിച്ചേക്കുന്നത്. ഇത് ഒരുവിധം ആയിട്ടുണ്ട്. ഇതാകുമ്പോൾ ഇനി അത് മറിച്ചിടണം. വേഗം എടുക്കണം, ഇത് മുരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വേഗം ഇപ്പോൾ ഒരുവിധം ആയിട്ടുണ്ട്. അത് മറിച്ചിടാം നമുക്ക്. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇത് നമുക്ക് കോരിയെടുക്കാം. പിന്നെയും ബാക്കിയുള്ള മാവ് ഇതേപോലെ വറുത്ത് കോരിയെടുക്കാം. ഇനി നമ്മൾ ബൂന്തിയാണ് ഉണ്ടാക്കുന്നത്, വറുത്ത് കോരാൻ പോകുന്നത്. ബൂന്തി ഇതുപോലുള്ള അരിപ്പ് പോലുള്ള തവിക്കകത്തോട്ട് ഒഴിച്ചിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് ചെയ്ത് കൊടുത്താൽ മതി. അതങ്ങനെ ചെയ്യുക, കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക, അത് ഇരുന്നിടം വരെ. ഇത് മൂത്തിട്ടുണ്ട്, നമുക്ക് കോരിയെടുക്കാം. ചൂടായ എണ്ണയിലേക്ക് നമ്മൾ കപ്പലണ്ടി ഇട്ടിട്ടുണ്ട്. ഇനി അത് ഇളക്കി പെട്ടെന്ന് കപ്പലണ്ടി മൂക്ക് കിട്ടും. അതുകൊണ്ട് കപ്പലണ്ടിയുടെ മൂപ്പ് നോക്കിക്കൊണ്ടിരിക്കണം. നോക്കി അധികം മൂത്ത് പോകാതെ കോരിയെടുക്കണം.
ഒരുവിധം കപ്പലണ്ടി മൂപ്പായി ആകാറായിട്ടുണ്ട്. നമ്മളിവിടെ ഒരു പാത്രത്തിൽ 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ എടുത്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട്. ഈ കപ്പലണ്ടി ചൂടോടെ ആ പാത്രത്തിലേക്ക് നമ്മൾ ഇടണം, എന്നാലാണ് കപ്പലണ്ടിക്ക് ഉപ്പും മുളകും പിടിക്കത്തുള്ളൂ. കപ്പലണ്ടി നമ്മൾ കോരുകയാണ്. ആ പാത്രത്തിലേക്ക് കപ്പലണ്ടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യണം. അടുത്തത് നമ്മുടെ പൊട്ടുകടലാണ്. എണ്ണയിലിട്ടിട്ടുണ്ട്. പൊട്ടുകടലയ്ക്ക് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇട്ട ഉടനെ നമുക്കത് കോരിയെടുക്കാം. ഇനി ആ എണ്ണയിലേക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളിയും വറ്റൽമുളകും ഇടാം. ഇത് മൂക്കുമ്പോൾ ഇനി ആ കറിവേപ്പിലയും കൂടി ഇട്ട് മൂപ്പിച്ച് നമുക്കെടുക്കാം. നന്നായി ഇതിനകത്ത് നമ്മൾ ഒരുവിധം എല്ലാം വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ചേർക്കാനുള്ളത് സേമിയയും ബൂന്തിയുമാണ്. ആ സേമിയ നമുക്കിതിനകത്ത് പൊടിച്ച് ചേർക്കാം. ആ ബൂന്തിയും കൂടെ ഇതിനകത്ത് ചേർക്കാം. ഇനി ഇതിനകത്ത് ചേർക്കാനുള്ളത് 1/4 ടീസ്പൂൺ നമ്മൾ കായപ്പൊടി ചേർക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്, 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കപ്പലണ്ടിക്കകത്ത് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിരുന്നു. ഇനി ഇതിനകത്തൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട്. അത് നിങ്ങളോട് ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു, അത് ഇനിയും പറഞ്ഞു തരാം. ഒരു 3 ചെറിയ പീസ് കറുവാപ്പട്ടയും 1/2 ടീസ്പൂൺ പെരിഞ്ചീരകവും കൂടെ പൊടിച്ചതാണ്. ഇതൊരു വെറൈറ്റി ടേസ്റ്റാണ്. ഇനി എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അത് സേമിയൊക്കെ ഒന്ന് ചെറുതായിട്ട് ഒരുപാട് ഇതിൽ പൊടിക്കരുത്, അത് പൊടിഞ്ഞു പോകും. ഇപ്പം കറക്റ്റാണ്. മിക്സ് ചെയ്യുക. ഇത് നമ്മുടെ മിക്സർ റെഡി ആയിട്ടുണ്ട്. മിക്സർ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ ടേസ്റ്റാണ്. വെറുതെ ഇരിക്കുമ്പോഴും കുറിക്കാൻ തോന്നും. പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.